Today I am going to talk about batteryless phone. Contents: Introduction, how it works, advantages, limitations, future enhancements, conclusion, reference. Introduction: Even the companies that sell smartphones at phenomenal rates have the issue of battery's performance. The performance is better as compared to others, but it is still a mystery if discussed in terms of long life. അതായത് അസാധാരണമായ പ്രകടനത്തിൽ സ്മാർട്ട് ഫോണുകൾ വിൽക്കുന്ന കമ്പനികൾക്ക് പോലും നിരക്കുകൾക്ക് ബാറ്ററിയുടെ പ്രശ്നങ്ങൾ കാണുന്നു. മറ്റൊരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രകടനം മികച്ചതാണ്, പക്ഷേ ദീർഘായുസ് കണക്കിലെടുക്കുമ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ബാറ്ററികളിൽ. വാട്ട് ഈസ് ബാറ്ററിലെസ് ഫോൺ? എന്താണ് ബാറ്ററിലെസ് ഫോൺ? Needed no battery. Phone used to only calling function. Device uses a minute photodiode to harvest energy from the ambient light or RF source. It operates the RF wave to convert DC power. അതായത് ബാറ്ററിലെസ് ഫോണിന് ബാറ്ററി ആവശ്യമില്ല, കോളിംഗ് ഫംഗ്ഷൻ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു ഫോണാണിത്. ആംബിയൻ ലൈറ്റ് അല്ലെങ്കിൽ RF ഉറവിടങ്ങളിൽ നിന്നും ഊർജ്ജം ശേഖരിക്കുന്നതിന് ഉപകരണം 1 മിനിറ്റ് ഫോട്ടോഡയോഡ് ഉപയോഗിക്കുന്നു. DC പവർ പരിവർത്തനം ചെയ്യുന്നതിന് ഇത് RF തരംഗത്തെ പ്രവർത്തിപ്പിക്കുന്നു. Conversion to DC power. Conversion of RF to DC power. Conversion of RF to DC power. Radio waves antenna RF to DC conversion, power conditioning, output to load. അതായത് ആൻറ്റിന വഴി റേഡിയോ വേവ് റിസീവ് ചെയ്യും, RF ടു DC കൺവേർട്ടർ വഴി കൺവേർട്ട് ചെയ്ത് DC ചാർജ് ആക്കും. ആ DC ചാർജ് പവർ കണ്ടീഷൻ വഴി പവർ കുറവാണെങ്കിൽ ആംപ്ലിഫൈ ചെയ്യും, ആംപ്ലിഫൈ ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നു. വർക്കിംഗ്: ആൻറ്റിന റിസീവ് RF വേവ്. RF ടു DC കൺവേർട്ടർ കൺവേർട്ട് റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ ടു DC. പവർ കണ്ടീഷൻ: ചെക്ക് ദ റിക്വയർഡ് വോൾട്ടേജ് ആൻഡ് ഫീഡ് ടു ദ ഔട്ട്പുട്ട്. അതായത് ആൻറ്റിനയ്ക്ക് RF വേവ് ലഭിക്കുന്നു, RF ടു DC കൺവേർട്ടർ റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ ടു DC. RF ടു DC കൺവേർട്ടർ വഴി കൺവേർട്ട് ചെയ്ത് DC ചാർജ് ആക്കും. പവർ കണ്ടീഷൻ: ചെക്ക് ദ റിക്വയർഡ് വോൾട്ടേജ് ആൻഡ് ഫീഡ് ദ ഔട്ട്പുട്ട്. ആ DC ചാർജ് കണ്ടീഷൻ വഴി പവർ കുറവാണെങ്കിൽ ആംപ്ലിഫൈ ചെയ്യും, ആ ആംപ്ലിഫൈ ചെയ്തിട്ട് അത് ഔട്ട്പുട്ടിലേക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. Conversion of signals to power. A photodiode for converting ambient signals and light into current. It is a semiconductor with a PN junction diode and an intrinsic layer between two junctions. Even photons of energy greater than 1.1 electron volt eV strike the diode, electron hole pairs are originated. Holes proceed toward the anode and the electrons move toward the cathode. The sum of photocurrents and dark currents which flow with or without light. It is the amount of current progressing through the photodiode. Small amount of power is generated in the batteryless phone with existence of tiny photodiode. A photodiode for converting ambient signals and light into current. അതായത് ആംബിയൻറ്റ് സിഗ്നലും പ്രകാശവും കറണ്ടും മാറ്റുന്നതിനുള്ള ഒരു ഫോട്ടോഡയോഡ്. It is a semiconductor with a PN junction diode and an intrinsic layer between two junctions. ഇത് അർദ്ധചാലകമാണ്. PN ജംഗ്ഷൻ ഡയോഡും രണ്ട് ജംഗ്ഷനുകളിൽ ഒരു ആന്തരിക പാളയും. Even photons of great energy greater than 1.1 electron volt strike the diode, electron hole pairs are originated. 1.1 ഇലക്ട്രോൺ വോൾട്ടിനേക്കാൾ ഫോട്ടോൺ ഡയോഡുകളിൽ അടിക്കുമ്പോൾ ഇലക്ട്രോൺ 4 ജൂളിൽ ഉത്ഭവിക്കുന്നു. Holes proceed toward the anode and the electrons move toward the cathode. ആനോഡിലേക്ക് ദ്വാരങ്ങളും ഇലക്ട്രോൺ കാഥോഡിലേക്ക് നീങ്ങുന്നു. The sum of photocurrents and dark currents which flow with or without light. ലൈറ്റ് പ്രകാശത്തിലൂടെയോ അല്ലാതെയോ ഒഴുകുന്ന ഫോട്ടോൺ കറണ്ട് വൈദ്യുതധാരകളിലാക്കുക. It is the amount of current progressing through the photodiode. ഫോട്ടോഡയോഡിൻ്റെ പുരോഗമിക്കുന്ന നിലവിലെ അളവും. A small amount of power is generated in batteryless phone with assistance of tiny photodiode. ഒരു ചെറിയ ഫോട്ടോഡയോഡിൻ്റെ സഹായത്തോടെ ബാറ്ററി കുറഞ്ഞ ഫോണിൽ ചെറിയ അളവിൽ വൈദ്യുതി ഉത്ഭവിക്കപ്പെടുന്നു.
അതായത് കൺവേർഷൻ ഓഫ് സിഗ്നൽസ് ടു പവർ. നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫോട്ടോ ഡയോഡാണ്. ആംബിയൻ സിഗ്നൽ അല്ലെങ്കിൽ ലൈറ്റിനെ കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഒരു ഫോട്ടോ ഡയോഡ്. ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലാണ്. പി എൻ ജംഗ്ഷനിലുള്ള ഒരു സെമി കണ്ടക്ടർ ലെയർ. ഇതിൻ്റെ വർക്കിംഗ്, ലൈറ്റ് ഓർ ഫോട്ടോൺ എനർജി ഈ ഡയോഡിൻ്റെ മുകളിൽ വന്ന് വീഴുമ്പോൾ അതിൻ്റെ എനർജി 1.1 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ മുകളിൽ ആണെങ്കിൽ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ആകും. അങ്ങനെ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ആകുമ്പോൾ ഹോൾസ് ആനോഡിലേക്കും ഇലക്ട്രോൺസ് കാഥോഡിലേക്കും മൂവ് ചെയ്യും. ഫോട്ടോൺ കറണ്ട് ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ഫോട്ടോൺ കറണ്ട് ഫ്ലോ ചെയ്യാൻ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ ലൈറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ. ഇതിൻ്റെ എല്ലാ എമൗണ്ടാണ് ത്രൂ ദ ഫോട്ടോ ഡയോഡ്. സ്മോൾ എമൗണ്ട് ഓഫ് പവർ ഇസ് ജനറേറ്റഡ്. ഇങ്ങനെയാണ് ഇതിൽ നിന്ന് ഒരു ചെറിയ പവർ ജനറേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ബാറ്ററിലെസ് ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുന്നു. സ്ട്രക്ചർ ഓഫ് സിമ്പിൾ ഫോട്ടോ ഡയോഡ്. Prototype. The team of researchers utilized the shell components on a printed circuit board. It performed basic functions like calling someone up and then hanging up the call without any inadequate call drops. A custom base station collects the data in form of digital packages with the help of backscatter. The device encrypts the signals with a technology referred as zero power amplitude modulation. അതായത് ഒരു റിസർച്ച് ടീം ഒരു പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡിൽ ഒരു പ്രോട്ടോടൈപ്പ് പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത് കോളിങ്ങും, അത് മാത്രമല്ല ഇതിൻ്റെ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത് കോളിംഗ് ആണ്. ഇത് കോൾ ചെയ്യുമ്പോൾ കോൾ ഡ്രോപ്പ് ആകുന്നില്ല. ഹീറ്റും നമുക്ക് ഇഷ്യൂ വരുന്നില്ല, കോൾ ഡ്രോപ്പും ആകുന്നില്ല. ഒരു ബാക്ക് സ്കാറ്ററിൻ്റെ സഹായത്തോടെ ഒരു ഇഷ്ടാനുസൃത ബേസ് സ്റ്റേഷൻ ഡിജിറ്റൽ പാക്കേജുകളുടെ രൂപത്തിൽ ഡേറ്റ ശേഖരിക്കുന്നു. സീറോ പവർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് വിളിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഉപകരണം സിഗ്നലുകൾക്ക് അവകാശം നൽകുന്നത്. ഷെൽ കമ്പോണൻറ്റ്. Backscatter. How solar cell works. Solar cell constitutes PN junction diode which is assembled from silicon and germanium. This process constructs open space for light to fall on P layer and hence underlying the PN junction. The bottom of N layer comprises a current assembling electrode. When a light photon arrives at the junction, they accelerate electrons from valence band to conduction band. Solar cell consists of PN junction diode which is assembled from silicon and germanium. അതായത് സോളാർ സെല്ലിൽ സിലിക്കൺ, ജെർമേനിയം എന്നിവയിൽ നിന്ന് ഒത്തുചേർന്ന PN ജംഗ്ഷൻ്റെ ഡയോഡാണ് സോളാർ സെല്ലിലുള്ളത്. The process constructs open space for light to fall on P layer and hence underlying the PN junction. ഈ പ്രക്രിയ പി ലെയറിൻ്റെ പ്രകാശം വീഴുന്നതിനിരുന്ന് ഇടം നിർമ്മിക്കുന്നു. അതിനാൽ PN ജംഗ്ഷന് അടിവര ഇടുന്നു. അതായത് പി ലെയറിൽ പ്രകാശം വീഴുന്നതിന് തുറന്ന ഇടം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. The bottom of N layer comprises a current assembling electrode. L ലെയറിൻ്റെ അടിയിൽ നിലവിലെ അസംബിൾ ഇലക്ട്രോഡ് അടങ്ങിയിരിക്കുന്നത്. When a light photon arrives at the junction, they accelerate electrons from valence band to conduction band. ജംഗ്ഷനിൽ ഒരു ലൈറ്റ് ഫോട്ടോൺ വരുമ്പോൾ അവ ഇലക്ട്രോണുകളെ വാലൻസ് ബാൻഡിൽ നിന്നും ചാലക ബാൻഡിലേക്ക് അനുനയിപ്പിക്കുന്നു. A solar cell useless in the batteryless form. Advantages: conserve electricity, saves time, low power consumption,
ആൻഡ് നോ ചാർജിങ് ഇഷ്യൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. അതായത് നമ്മളെ വൈദ്യുതി സംരക്ഷിക്കുന്നു, സമയം ലാഭിക്കുന്നു, കുറഞ്ഞ വൈദ്യുതി ഉപയോഗം, ചാർജിങ് പ്രശ്നങ്ങളൊന്നും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. നമുക്ക് ഇതിൻ്റെ ലിമിറ്റേഷൻസ്: ലിമിറ്റഡ് റേഞ്ച്, യൂസ് ഓഫ് സോളാർ സെൽ, ലാക്കിംഗ് മൾട്ടിപ്പിൾ ഓപ്പറേഷൻ ഫീച്ചേഴ്സ്. അതായത് പരിമിത ശ്രേണി, ലിമിറ്റഡ് റേഞ്ച്. സോളാർ സെല്ലിൻ്റെ ഉപയോഗം, യൂസ് ഓഫ് സോളാർ സെൽ, ഒന്നിലധികം പ്രവർത്തന സവിശേഷതയില്ല. അതായത് നമുക്കിപ്പോൾ കോൾ വിളിക്കാൻ മാത്രമേ ഇതിൽ സാധിക്കുകയുള്ളൂ. അത് ഏറ്റവും ലിമിറ്റേഷനായിട്ട് ഏറ്റവും മെയിനായിട്ട് പറയുന്നു. ഫ്യൂച്ചർ സ്കോപ്പ്, അതായത് ഭാവിയിൽ ഇൻക്രീസ് ഇൻ ദ റേഞ്ച്, എൻക്രിപ്ഷൻ, വീഡിയോ സ്ട്രീമിംഗ്, ഇൻ്റർനെറ്റ് ആക്സസ്, ലോ പവർ യങ് ഡിസ്പ്ലേ. ഭാവിയിൽ നമുക്ക് ഇതിൻ്റെ റേഞ്ച് വർദ്ധിപ്പിക്കാനാവും. പിന്നെ വീഡിയോ സ്ട്രീമിങ്ങും ഇൻ്റർനെറ്റ് ആക്സസും എല്ലാം നമുക്കിതിൽ കൊണ്ടുവരാൻ സാധിക്കും. Conclusion: It was extremely astonishing to witness that a group of researchers have finally developed a phone that uses no power, which means the phone has no battery and harness energy from ambient signals and light sources that convert light and signal strength into current, which is furthermore converted into few microwatts of power. With the phone, we can just dial a number and call to another person. It was extremely astonishing to witness that a group of researchers have finally developed a phone that uses no power. ഒരു കൂട്ടം ഗവേഷകർ ഒടുവിൽ ശക്തിയില്ലാത്ത ഒരു ഫോൺ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നതിന് സാക്ഷ്യം വഹിക്കുന്നതിനെ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. വിച്ച് മീൻസ് ദ ഫോൺ ഹാസ് നോ ബാറ്ററി ആൻഡ് ഹാർനസ് എനർജി ഫ്രം ambient സിഗ്നൽസ് ആൻഡ് ലൈറ്റ് സോഴ്സ്. ഇതിനർത്ഥം ഫോണിന് ബാറ്ററി ഒന്നും ഇല്ലെന്നും ആംബിയൻറ്റ് സിഗ്നലിൽ നിന്നും പ്രകാശ സ്രോതസ്സിൽ നിന്നും ഊർജ്ജം ഉപയോഗപ്പെടുത്തുന്നതുമാണ്. That convert light and signal strength into a current point, which is furthermore converted into അത് പ്രകാശത്തെയും സിഗ്നൽ ശക്തിയും ഒരേ വൈദ്യുതധാരയായി പരിവർത്തനം ചെയ്യുന്നു. അത് കുറച്ച് മൈക്രോവാട്ട് പവറാക്കി മാറ്റുകയും ചെയ്യുന്നു. വിത്ത് ദ ഫോൺ വി ക്യാൻ ജസ്റ്റ് ഡയൽ എ നമ്പർ ആൻഡ് കോൾ ടു അനദർ പേഴ്സൺ. ഈ ഫോൺ ഉപയോഗിച്ച് നമുക്ക് This battery-free phone is a major leap in terms of the capabilities of battery-free devices, because now we have a streaming device that can continuously talk as well as receive data, which is basically a phone. Ambient RF waves are all around us. So as an example, your FM stations broadcast radio waves, your AM stations do that, your TV stations, your cell phone towers, they all are transmitting RF waves.